ഗുണ്ടുമണിയും കറുമ്പനും. അത് എന്ത് ബേസിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. രഞ്ജു ബ്ലാക്ക് ആയതുകൊണ്ടാണോ, എനിക്കില്ലാത്ത വിഷമം ചേട്ടനുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഞാൻ വണ്ണമുള്ള ആള്, ഇച്ചിരി ബ്ലാക്ക് ആയിട്ടുള്ള ഒരാള്, അപ്പൊ പൊതുവെ പറയാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടാവും. അപ്പൊ ഒറ്റയ്ക്ക് ആളുടെ വീട്ടിൽ പോവാ, ഇത് പറഞ്ഞുറപ്പിക്കുക, ആ ഒരു ധൈര്യം, അത് ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ ആ ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ എന്നോട് ചോദിച്ചു വേറെ ആരും ഇല്ലേ മോനെ വരാനായിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ വന്ന് പറയണതല്ലേ നല്ലത്, വേറെ ആരും ഇല്ലേ വരാൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കല്യാണം നടത്തുന്നത് എന്ന് പറഞ്ഞു. കല്യാണത്തിന് എല്ലാ തരത്തിലുള്ള സദ്യക്കുള്ള വട്ടങ്ങളും ഉണ്ടായിരിക്കണം, ഒന്നിനൊരു കുറവ് വരരുത്, ആ കൊച്ചിൻ്റെ 10 പൈസ മേടിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ ലൈഫിൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ആണോ അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് മനസ്സറിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ ആണോ എന്നറിയില്ല. എൻ്റെ കല്യാണത്തിന് എൻ്റെ ദൈവം എന്ന് പറയുന്ന സംഭവം അത് ഉണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പല രീതിയിൽ പല വേർഷനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു വേർഷനാണ് രഞ്ജു. ഞാനവിടെ നിൽക്കുമ്പോൾ എന്നെ ഏതെങ്കിലും ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടത്തിൽ കുറിച്ച് നെഗാണെങ്കിൽ രഞ്ജു എൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് ചോദിക്കും എന്താണെന്ന്. 2 വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്, രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് ഞങ്ങൾ. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, ഒരു താലി കെട്ട് അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി വീട്ടിലേക്ക് വരാന്നുള്ളത്. ഞങ്ങൾ ഈ 3 വർഷത്തിനിടക്ക് ഇന്ന് വരെ ഞങ്ങൾക്ക് ദൈവമേ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് സ്വാഗതം ചെയ്യണ്ട, കാരണം പുള്ളിക്കാരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വെറൈറ്റി മീഡിയ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുടെ ഒരു ലൈഫിലെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്, ആ ഒരു മെമ്മറിയൊക്കെ നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, ആളുടെ എല്ലാമായ പാർട്ട്ണറും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. സോ ലെറ്റ് മി വെൽക്കം ഇന്ദുജ ആൻഡ് രഞ്ജു. മസ്താരിയുടെ എനർജി ഉണ്ട്. നമ്മൾ ഇച്ചിരി 2 ഇഡ്ഡലി കൂടുതലും പോയി. ഞാൻ ഒരു ഇടിയപ്പം കുറച്ചു എന്നിട്ട് ഈ എനർജി എനിക്ക് സൗണ്ട് ശോകമാണ്, പനി അടിച്ച് കിടപ്പാണ്. ആദ്യമേ അടിയറവ് പറയുന്നത് ചേട്ടാന്ന് വിളിക്കണം. ചേട്ടാന്ന് വിളിച്ചോ? ഞാനോ വിളിക്കുന്നില്ല, ആരെങ്കിലും വിളിക്കുന്നു. ചേട്ടന്റെ സൗണ്ടിന് വയ്യ എന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. എന്റെ വർത്താനം കേട്ട ഞാൻ കൊരങ്ങ കുടിച്ചിട്ടുണ്ടല്ലോ. അത് ഇവരൊന്നും നമുക്കറിയില്ല കേട്ടോ. ശരിക്കും എന്താ തൊണ്ടയ്ക്ക് സംഭവിച്ചത് ഇന്ന് നമുക്കത് റിവ്യൂ ചെയ്യാം. എന്താ അറിയത്തില്ല, ഇൻഫെക്ഷൻ ആണോ നടത്തി ചെക്ക് ചെയ്യണം. പോയി കോൾഡ് ആണോന്ന് അറിയത്തില്ല, എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പനി വന്നപ്പോ വോയിസ് പോയതാണ്, അല്ലാതെ ഞാൻ കൊരങ്ങക്ക് കയറി പിടിച്ചതല്ല. ഞാൻ ഉത്തരവാദിയല്ല. ഇന്നലെ പോലെ ഉണ്ട്, 2-3 ദിവസമായി ആണല്ലേ. പക്ഷെ ആള് സേഫ് ആയിട്ടോ, ആളധികം ക്യാമറ ഷൈ ആയതുകൊണ്ട് മനസ്സറിഞ്ഞ് ഇന്നത്തേക്ക് കറക്റ്റ് ആയിട്ട് അല്ലേ. ഓക്കെ, എന്ന് നമ്മളിങ്ങനെ പറയില്ലേ, വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു പുച്ഛം. അത് ശരി, ഞാനിവരുടെ കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന. എന്താ പറയുക, നിങ്ങളുടെ കല്യാണം നടന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ട്. ഓക്കെ, വിവാഹം ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടക്കുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്, ഇത്രയും നാളത്തെ സ്നേഹത്തിന് ശേഷം? സത്യം കരഞ്ഞോ താലി കെട്ടിയപ്പോൾ? ആക്ച്വലി എന്റെ ഫേസ് ഏതോ ഒരു മാതിരിയൊക്കെ ആയിരുന്നു. ക്യാമറമാൻ ഇന്ദു ചിരി 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 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പോൾ ചിരിക്കാൻ പറ്റി. കാര്യം ആ കൊട്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു, വിറച്ചു വന്ന്. പിന്നെ ഞാൻ രഞ്ജുനോട് രഞ്ജു ചിരിക്കി ചിരിക്കി ചിരിക്കി. 2-3 കല്യാണം ഉണ്ടായിരുന്നു. 2-3 കല്യാണം വേറെ ഉണ്ടായിരുന്നു. ഇതല്ല 2-3 വേറെ കല്യാണം. 2-3 കല്യാണം വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുങ്ങളൊക്കെ കെട്ടിപ്പോണപ്പോ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം 2ാമത് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ ഓടിപ്പിടിച്ച് ചെന്ന് കയറി. സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ സത്യം ഞങ്ങളുടെ ഇക്രു, ഞങ്ങളുടെ ഫ്രണ്ടാണ്, അവനാണ് ഞങ്ങളുടെ ക്യാമറ ഒക്കെ ചെയ്തത്. അവൻ അവിടെ നിന്ന് പറയും
ഇന്ദു മൂത്ത് നോക്കി ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചിരിച്ചതാ. ഇല്ലായിരുന്നു അതും കിട്ടൂല. നല്ല ടെൻഷനാണ്, നമ്മൾ ഉദ്ദേശിക്കണ പോലെയല്ല. ആ സമയത്ത് നമുക്ക് എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻസ്ഡായിരുന്നു. കാര്യം ആ കൊട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. രഞ്ജു ഞാൻ നോക്കുമ്പോൾ വെപ്രോളം പിടിച്ചിട്ടാണ് ഓരോന്ന് ചേർന്ന്. ഞാൻ രഞ്ജു ചിരിക്ക് ലാസ്റ്റ് ഇതൊരു മൊമെന്റ് ആണ്, നീ ചിരി എന്ന് പറഞ്ഞു. പേളിമണി ശ്രീനിഷിനോട് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക്. എന്താണ് ചേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ? തൊണ്ടക്കായി എന്നാലും കുറച്ച് കാര്യങ്ങളോ? അയ്യോ, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് 2 വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്. രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് ഞങ്ങള്. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, ഒരു താലി കെട്ട് അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി വീട്ടിലേക്ക് വരാന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ചടങ്ങൊന്ന് തീർക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടായത്. ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഞങ്ങൾ 2 പേരും. കാര്യം ഞങ്ങൾ 2 പേരും വിവാഹം എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരായിട്ട് നടത്തിയതാണ്. വേറെ ഇതിലൊരാൾക്കും ഇൻവോൾവ്മെന്റ് ഇല്ല. അപ്പം നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് ഫ്രീ ആവാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. 3 വർഷം അടിപൊളിയായിട്ട് പ്രണയിച്ചു. നവംബർ 28-ാം തീയതിയാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ നവംബർ 28-ാം തീയതി ഞങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. പ്ലാൻഡ് അല്ല. ഞങ്ങൾ ഡേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ആനിവേഴ്സറി വരാൻ പോകണുണ്ട്. രഞ്ജുന് ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, 3 വർഷം തകയാണെന്നുള്ള മൂഡിൽ ഇങ്ങനെ നോക്കി 28-ാം തീയതി ആണല്ലോ, അയ്യോ. അപ്പോഴാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്. അപ്പൊ ഞാൻ ഒരു രഞ്ജു നമ്മൾ റിലേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റാർട്ടിംഗ് ഡേയിൽ തന്നെയാണ് നമ്മുടെ മാരേജ്. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം. ജോൾസിനാണ് ഡേറ്റ് എടുത്തത്, നമ്മളായിട്ട് എടുത്ത ഡേറ്റ് അല്ല. ഇവര് നോക്കിച്ച് ആളുടെ വീട്ടിലേക്ക് പോയി നോക്കിച്ച് ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് തന്നെ കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഭയങ്കര റെയർ ആയിട്ടാണല്ലോ ആ ഒരു സാധനം. ഓക്കെ, ഈ 3 വർഷം പ്രണയിച്ചപ്പോൾ എനിക്ക് കുറെ ഇത് പ്രണയിക്കുന്ന ആൾക്കാർ ഇപ്പം വഴക്കുണ്ടാവും, അടിയുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, പിന്നെയും പാച്ചപ്പ് ആവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രണയകാലം എങ്ങനെയായിരുന്നു? കുറെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങള് ഭയങ്കര വഴക്ക് കണ്ടാക്കിയിരിക്കും പോകാൻ പോകണമെന്നൊക്കെ. ആരപ്പൊ സോൾവ് ചെയ്യാനൊക്കെ വരുന്നേ? ആരാ? അയ്യോടാ, എന്ന് ചേട്ടൻ പോവില്ല? ചില സമയങ്ങളിൽ ഞാനും പോകും. അതെന്റെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം മനസ്സിലായോ? എന്റെയിലാണ് കൂടുതൽ മിസ്റ്റേക്ക്. അങ്ങനെയല്ല, തെറ്റിന്റെയും ശരിയുടെ അല്ല. ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാര്യം ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാലോ കരച്ചിൽ വന്നു കഴിഞ്ഞാലോ എനിക്ക് എൻ്റെ എക്സ്ട്രീമാണ്. എനിക്കത് ഇങ്ങനെ ഒതുക്കി വെച്ച് ഇതാക്കി കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ചില വേർഡ്സ് ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിക്കും. അതായത് പറഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നു, അത് കൂടിപ്പോയി. പക്ഷെ ഞാൻ എന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെയുള്ളൊരു തോട്ട് വരും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാകും. പക്ഷെ ആള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഞാൻ ചില വേർഡ്സ് പറയുന്ന ചില കാര്യങ്ങൾ വാക്കുകളൊക്കെ പറയുന്നതിൻ്റെ ഒരു പകുതി പോലും പറയാറില്ല. രഞ്ജുവിൻ്റെ ദേഷ്യമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തുള്ളൂ. ഭയങ്കരമായിട്ട് എക്സ്ട്രീമാണ് രഞ്ജുവിൻ്റെ ദേഷ്യം. ഇപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും വഴി തെറ്റിയാൽ ഞങ്ങൾ 2 പേരും കൂടി ഇപ്പൊ ചൂടായുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വഴി അറിയില്ല, അപ്പൊ നീ നിന്നോട് മുന്നിൽ പോകുന്നതല്ല. അപ്പൊ ഇവൻ എപ്പോഴും എൻ്റെ ബാക്കിലേ വരുള്ളൂ. കാര്യം എൻ്റെ വണ്ടിയോടിപ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് നല്ലതായതുകൊണ്ട് അവനെപ്പോഴും ഒന്ന് നോക്കും. അപ്പൊ അത് കാരണം ഇപ്പോഴും ഞാൻ ഫ്രണ്ടിലും രഞ്ജു ബാക്കിലും വരാറ്. അപ്പം ഈ പ്രാവശ്യം പോയപ്പോ എനിക്കറിയില്ല ഇവിടെ വന്നിട്ട് തിരിയണമെന്നുള്ളത്. ഞാൻ ഇവനെ നോക്കി ഞാൻ കണ്ണാടി നോക്കുമ്പോ ഇവനെ കാണാനില്ലല്ലോ. അപ്പത്തെ ഒരു നീ എങ്ങോട്ട് പോയെന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് ചെറിയ നിസ്സാര കാര്യങ്ങളാണ് ഞങ്ങൾ വഴക്കിടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇന്ന് വരെ വലിയൊരു വിഷയത്തിന്റെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിന്റെ പ്രശ്നം അതാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് കേട്ടോ. ഞങ്ങൾ ഈ 3 വർഷത്തിനിടക്ക് ഇന്ന് വരെ ഞങ്ങൾക്ക് ദൈവമേ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. നീ അതെന്താണത് അങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. അത് ഞങ്ങൾ നല്ല രീതിയിൽ സത്യം സീരിയസ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 15 ദിവസമായി, എന്നാലൊരു ആ ഒരു ഫേസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരണേ ഉള്ളൂ. എന്നാലും എങ്ങനെയുണ്ട് ഒരു കല്യാണം കഴിഞ്ഞൊരു ഭർത്താവായി ഒരു ഭാര്യയായി?
എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഓ നിങ്ങൾ ഒരു വർഷം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഹസ്ബൻഡ് വൈഫായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ഈ ഹണിമൂണിന്റെ കേസൊക്കെ സംഭവം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു പുതുമോടികളാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ഫീലില്ല. കാര്യം ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ്. എവിടെ ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചേ പോകാറുള്ളൂ. എവിടെയും അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടൊന്നും പോകാറില്ല. ഈവൻ ഇവന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാണെങ്കിൽ പോലും ഞാൻ ഉണ്ടാവാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാണെങ്കിൽ ഇവൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളിങ്ങനെ ഒറ്റേ പോകാറുള്ളൂ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് പോക്ക് വളരെ കുറവാണ്. അന്ന് അതും ഉണ്ട്. ഫ്രണ്ട്സിന്റെ അടുത്ത് രഞ്ജു ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ പോകും. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും. അവനും എത്തും ഞാനും എത്തും. അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് ഫീല് വന്നിട്ടില്ലെന്നല്ല, അങ്ങനെയല്ല. ഒരു പുതുമോടിയുടെ ഒരു ഹസ്ബൻഡ് വൈഫ് ഓക്കെ, പക്ഷെ ഒരു പുതുമോടിയാണ് കല്യാണം കഴിഞ്ഞു അങ്ങനെയുള്ള ഫീലൊന്നുമില്ല. കാര്യം ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് ഞങ്ങളുടെ കല്യാണം. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള എല്ലാ മെയിനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കേസിനാണെങ്കിൽ ഞാനും, രഞ്ജുവിൻ്റെ കേസിനാണെങ്കിൽ അവനും. അപ്പം നല്ല ടെൻസ്ഡ് ആയിരുന്നു. കൃത്യമായൊരു ഉറക്കം ഉണ്ടായിരുന്നില്ല, ഫുഡിങ് ഉണ്ടായിരുന്നില്ല, ഒരു സമാധാനമില്ലായ്മ ഉണ്ടല്ലോ നമുക്ക് പല പല പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി ഉള്ള വിഷയങ്ങൾ. അപ്പം എൻ്റെ ഫേസൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഡള്ളായി പോയായിരുന്നു. ഒരു കല്യാണപ്പെണ്ണിൻ്റെതായിട്ടുള്ള ഒരു മുഖത്തിന് വരുന്ന ഒരു ഗ്ലോ അതൊന്നും എൻ്റെ ഫേസിലില്ല. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് രഞ്ജുവിൻ്റെ വീട്ടിൽ റിസപ്ഷൻ വരുന്നത്. അപ്പം 28-ാം തീയതി കല്യാണം കഴിഞ്ഞു. അപ്പം 29-ാം തീയതി എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനായിട്ട് ഞങ്ങൾക്കൊന്ന് ഇവിടം വരെ പോകണം, ബ്രോഡ്വേ വരെ പോവുകയാണ്. ഞാനൊരു ടീഷർട്ട്, ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട്, വേറെ ടീമൊക്കെ ഉണ്ടായിരുന്നു, മുടിയൊക്കെ ഇങ്ങനെ കൊണ്ട പോലെ കെട്ടിവെച്ച്, ഒന്നുമില്ല, ഒരു ഓർണമെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഈ മാല മാത്രമേ, ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പം കടയിൽ ചേച്ചി ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. അപ്പം ഞാൻ ബ്രാ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇന്നേർ എടുക്കാൻ പോയപ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ച് എന്താ പരിപാടി, ഞാൻ പറഞ്ഞു ചേച്ചി നാളെ റിസപ്ഷനാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആരുടെ റിസപ്ഷനാണ് മോളെ? ഞാൻ പറഞ്ഞു എൻ്റെ റിസപ്ഷൻ, എൻ്റെ കല്യാണം കഴിഞ്ഞുള്ളൂ. ആര്? മോടെ കല്യാണം കഴിഞ്ഞ ഇതാണോ പുതുപ്പെണ്ണ്? അപ്പൊ ഞാൻ അതെന്തുകൊണ്ട് നമ്മൾ എന്നെ കണ്ടിട്ട് തോന്നലില്ലേ, അതെന്റെ ഉള്ളില് അന്തർ. പക്ഷെ അതെന്താ ചേച്ചി അങ്ങനെ? അപ്പൊ എന്റെ കൂടെ അയ്യോ ഇതാണ് കല്യാണം വരെ ഇന്ന് മിനിഞ്ഞാന്ന് കഴിഞ്ഞുള്ളൂ. അയ്യോ കണ്ടാ പറയില്ലല്ലോ. അപ്പം തന്നെ മനസ്സിലായി, ഓഹ് ആ വെയില് എല്ലാം വന്ന് മുഖം മൊത്തത്തിൽ പോയി തീർന്നിരിക്കുകയാണ്. ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കാറ്. നാളെ അതെന്ത് ചെയ്യണം, അതെങ്ങനെയാണ്, നാളെ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാവും, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. അല്ലാതെ ഞങ്ങൾക്ക് ഹണിമൂൺ എവിടെ പോകണം, ഇന്ന സ്ഥലത്ത് പോകണം, അതൊക്കെ ജസ്റ്റ് ഇടക്ക് വല്ല വായിക്കൊക്കെ വല്ല വീഴുമെന്നല്ലാതെ അതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് ഉണ്ടായില്ല. ഇപ്പൊ ഒരു പ്രണയം എന്ന് പറയുമ്പോഴേക്കും അതിൽ നമ്മളെ ഏറ്റവും പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നണില്ല, എന്നാലും ഒരു ചെറിയൊരു ടെൻഷൻ വന്നത് വീട്ടിലറിയുമ്പോഴാണ്. വീട്ടിൽ പിടിക്കുമ്പോഴോ വീട്ടുകാരറിയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം വീട്ടുകാരോട് പറയുമ്പോഴോ ഒക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നിങ്ങളുടെ ആ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു? ആരുടെ വീട്ടിലാണ് ആദ്യം പറഞ്ഞതാണോ പൊക്കിയതാണോ? ചെറിയ പ്രായമല്ലല്ലോ, 30+ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാര്യമൊന്നും എല്ലാരും പറയുന്നത് എങ്ങനെയാലും ഒന്ന് കെട്ടിയാൽ മതി. പിന്നെ ഞാൻ എന്റെ കാര്യം പറഞ്ഞിരുന്നു. ആരുടെ വീട്ടിൽ ആദ്യം പറഞ്ഞു? എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഇതുള്ള കാര്യം. പിന്നെ അങ്ങനെ റിലേഷനെ ആദ്യം കൂട്ടുകാരാന്നുള്ള പറഞ്ഞു, പിന്നെ റിലേഷനായ എന്റെ വീട്ടിലും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് റിലേഷൻ ആയപ്പോഴേക്കും കാര്യം ആദ്യം അവതരിപ്പിച്ചു. എൻ്റെ വീട്ടിൽ 2 ഘടാഘടന്മാരായിട്ടുള്ള 2 പേരുണ്ട്. എൻ്റെ ചേച്ചി 2 മക്കള്, വിഷ്ണു ജിഷ്ണു, ഉണ്ണിക്കുട്ടനും മിച്ചപ്പനും. ഞാൻ അവരോടാണ് ആദ്യം പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു ഇതൊക്കെ എത്ര കണ്ടത്, ഈ മൂടായിരുന്നു, പുച്ഛരുത്, പുച്ഛം. അമ്മയ്ക്കും അതെ, പുച്ഛരുത്, നിനക്ക് മതിയായില്ലേ ടേപ്പ് ഇട്ട് നിനക്ക് മതിയായില്ലേ. അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര ഓപ്പണാണ്. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. എന്ത് കിട്ടിയാലും ഞാൻ ആ ട്രോഫിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പറയും ഇന്നതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷെ രഞ്ജുവിനെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അവർക്ക് ഇഷ്ടമാണ് രഞ്ജുവിൻ്റെ ക്യാരക്ടർ. രഞ്ജു അമ്മമാരുടെ കണ്ണിലുണ്ണിയാണ്. രഞ്ജു വീട്ടിലൊരു മോനാണ്, ഒരു സിസ്റ്ററുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്.
ആള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്നാലും രഞ്ജു അവളെ ഏരിയയിലേ അതായത് അയ്യോ അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. രഞ്ജു ആ ഏരിയയിലാണെങ്കിൽ പോലും എല്ലാവരുടെയും ഭയങ്കര സ്നേഹത്തോടു കൂടി രഞ്ജു എന്ന് പറയുന്നത് അവർക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ എന്നുള്ളൊരു തോട്ടം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്, നമ്മൾ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ചെയ്യാത്തൊരു കാര്യമാണത്. കാര്യം ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നീട്ടുക എന്ന് പറയുന്നത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം ഏതൊക്കെ രീതിയിൽ പണി കിട്ടും, പക്ഷേ ഇത് നമുക്ക് ഇഷ്ടംപോലെ പണിയും കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ നിർത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ രഞ്ജുവിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാ. ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം കയറിച്ചെൻ്റെ രഞ്ജു എന്ത് ചെയ്തു, അപ്പം ഞാൻ നിങ്ങളുടെ മോള് ഇവിടെ വന്ന് വാദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. മരുമോൻ എന്ത് ചെയ്യുന്നതാണ് നോക്കണം. ഇങ്ങനെ രഞ്ജു ഇന്നില്ലേ. തൊട്ടപ്പുറത്ത് വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ഒരു ചെറിയ കുഞ്ഞുണ്ട്, വാവയുണ്ട്, അപ്പം അഞ്ചു അവളുടെ വാവയും. അപ്പം ഞാൻ തേങ്ങാപ്പൂളേന്ന് വിളിച്ച് ചെന്നപ്പോഴേക്ക് ചേട്ടൻ വന്നില്ലേ ചേച്ചി, ചേട്ടൻ അവിടെ, അതാണ് ചോദ്യം. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു വിലയില്ല, നമ്മൾ വെറും. പക്ഷെ എന്റെ അവിടെ അല്ല, അച്ഛൻ ചോദിക്കും കൊച്ചു വന്നില്ലേ, അവളെപ്പോഴാ വന്നേന്നൊക്കെ രഞ്ജുവിന്റെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കും. അത് കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അടിപൊളി. ഇപ്പൊ ചേച്ചി ഓൾറെഡി മോഡലിംഗ് ചെയ്യുന്ന ആളാണ്, അപ്പൊ കുറെ ഫോട്ടോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്ത വർക്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തായിരിക്കും? പറ, ഒരു 3-4 വർക്ക് പറഞ്ഞു. ഇല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇങ്ങനെ ഇവിടെ ഇത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട്. എന്ത് ചിരിക്കണേ? ഞങ്ങളൊരു തീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ചക്കറി എന്ന് പറഞ്ഞിട്ട്. അന്ന് പച്ചക്കറിക്ക് എനിക്ക് തോന്നുന്ന ഒരു നല്ല റേറ്റുള്ള ടൈമിലാണ് ഈ പച്ചക്കറി ചെയ്യുന്നത്. ഒരു 5-6 കിലോ ക്യാബേജ് ഒക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ വെച്ച്. പക്ഷെ ആ ഫോട്ടോസ് ഒന്നും ഇടരുതിട്ട്, എനിക്ക് താല്പര്യമില്ല പിക്കിടാൻ. പക്ഷെ അവൻ ആ പിക്ക് നോ അടിച്ച് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് വന്നത് കാര്യം. പക്ഷെ അത് നല്ല കൺസെപ്റ്റ് ആയിരുന്നു. ശിവകുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് ശിവ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടനാണ് ഫോട്ടോ എടുത്തത്. വിജേഷ് എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ ചില കാര്യങ്ങളായിട്ട് എനിക്ക് കണക്റ്റഡ് ആവാൻ പറ്റിയില്ല. ഞാൻ അതിൽ വേണ്ടാന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതല്ല, അതിൽ അതൊരു ആക്ച്വലി ഒരു ബൈസെക്ഷൽ ഒരു തീമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റിൽ വേറെ വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ വന്നപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു, നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു. വേട്ടക്കാരി മറ്റേ പ്രശാന്ത് ഏട്ടൻ്റെ. ഇതിൽ ഈ പച്ചക്കറിയുടെ കോസ്റ്റ്യൂം ചെയ്തത് ആദർശ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്, മൊട്ടാന്ന് വിളിക്കും ഞങ്ങൾ. അവനാണ് ഫുൾ കോസ്റ്റ്യൂം ചെയ്തത്. പച്ചക്കറിയിൽ തന്നെ ഫുൾ കോസ്റ്റ്യൂം ചെയ്തു തന്നു. നല്ലൊരു സാധനമാണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ വന്നപ്പോൾ നമ്മളത് റിജക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ വേട്ടക്കാരി പ്രശാന്ത് ഏട്ടൻ്റെ ആയിരുന്നു, കൺസെപ്റ്റ് എൻ്റെ ആയിരുന്നു. വക്കീൽ ബ്രോ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഒരു കൺസെപ്റ്റിൽ സാധനം എടുത്തു. പക്ഷെ അത് വൻ ഹിറ്റായിരുന്നു. അത് എന്താ പറയാ, അതായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറലായത്. എങ്ങനെയാ, പോസസീവ് ഉള്ള ഒരു ഹസ്ബൻഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രീ മൈൻഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആണല്ലേ? എന്തിനാ പോസസീവ് ആവുന്നേ? അങ്ങനെ എല്ലാ കാര്യമില്ല, സാധാരണ 2-3 പറ. വഴി കൂടി പോകുമ്പോ ഇപ്പൊ ആരെങ്കിലും നോക്കി ചോദിക്കും ഇല്ലല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, നോട്ടത്തിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുക. അതായത് സ്പെഷ്യലി നമുക്കറിയാലോ, ഇപ്പൊ മസ്താനിനെ ഇപ്പൊ രഞ്ജു നോക്കുന്നത് ഏത് രീതിയിലാണെന്ന് മസ്താനിക്ക് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട്, അതേപോലെ തന്നെ അവർക്കും ഉണ്ട്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടത്തിൽ കുറച്ച് നെഗാണെങ്കിൽ രഞ്ജു എന്റെ മുന്നിൽ കയറി എന്നിട്ട് ചോദിക്കും എന്താണാണ്. അല്ല, ചേച്ചി നോക്കിയാലേ ഇപ്പൊ ഒരു ചെക്കൻ പോകുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കരുത്, ആ ചെക്കൻ കൊള്ളാലേ, അവിടെ നല്ല താടി ഉണ്ട്, അപ്പൊ എടുത്ത നിനക്കിപ്പൊ താടിയുള്ളവരൊക്കെ പിടിക്കൂ, അങ്ങനെ പറയാറുണ്ട്. അതിലൊന്നും പോസിറ്റീവ് ഇല്ല. ഞാൻ കാണിച്ചു കൊടുക്കും നല്ല പെങ്കൊച്ചു പോയി കഴിഞ്ഞാൽ ദേടാ നോക്കിയിട്ട് എന്ത് രസമുള്ള ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെങ്കൊച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് ഇല്ല. അല്ലാതെ ഞാൻ അറിയാതെ വേറെ വഴിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ചേട്ടനെന്തിനൊക്കെ പോസിറ്റീവ് വരുന്നത്? അപ്പൊ ഒരു നല്ല ഇപ്പൊ ഒരു പയ്യൻ വന്നിട്ട് ചേച്ചി ഭയങ്കര ഇഷ്ടമാന്നൊക്കെ ക്രഷാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒന്നും സീനില്ല?
ഞാനങ്ങനെ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. അല്ല ഞാൻ പറയട്ടെ, രഞ്ജുവിന് എൻ്റെ ഫോണിന്റെ പാസ്വേഡ് അറിയില്ല, രഞ്ജുവിന്റെ ഫോണിന്റെ പാസ്വേഡ് എനിക്കും അറിയില്ല. എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ചോദിക്കുക എത്രയും ചോദിച്ചിട്ടാണ് ചെയ്യാറ്. കാര്യം അങ്ങനെ നമ്മൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് പേഴ്സണലായിട്ട് ഉള്ളിൽ കയറി എന്ന് ചെയ്യാനൊന്നും നമ്മൾ പോയിട്ടില്ല. പിന്നെ അത്ര പേഴ്സണലായിട്ടുള്ള മെസ്സേജ് നമുക്ക് ഇപ്പം വരാറില്ല. അതാണ് ഏതോ എന്റെ കഷ്ടകാലത്തിന് എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ഇട്ടതിന് ശേഷം എന്റെ മറ്റേ മെസ്സേജിന്റെ മെസ്സേജ് റിക്വസ്റ്റ് ചത്ത് കിടക്കുകയാണ്. ആരെങ്കിലൊക്കെ ഞാനൊന്ന് ക്യൂട്ടാന്ന് പറഞ്ഞ അയച്ചായിരുന്നെങ്കിൽ ഒന്നെടുത്ത് നോക്കാം. ഇല്ലെന്നല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് നമ്മുടെ ഒരു ഡിപ്പെൻഡ്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണല്ലോ നമുക്കതൊക്കെ വരിക. അതെനിക്കും വരാറൊക്കെ ഉണ്ട്, ചില സമയത്തൊന്നും എനിക്കും വന്നിട്ടൊക്കെ ഉണ്ട്, ഇല്ലാണ്ടൊന്നും ഇല്ല. പക്ഷെ അത് അത്ര വലിയൊരു സംഭവമായിട്ട് എടുക്കാറില്ലെന്നുള്ളൂ. നമ്മളതപ്പോ തന്നെ അങ്ങ് മൈൻഡ് ചെയ്ത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊറേ പേര് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പൊ വിവാഹത്തിനൊക്കെ. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ മറ്റുള്ളവരുടെ അടുത്തുനിന്ന്? ഓഫ്കോഴ്സ് അത് എനിക്കിപ്പോ ഒരു സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആളുടെ പേര് പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ആ ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയാം. അതായത് എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടായിരുന്നില്ല മസ്താനി. എൻ്റെ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ രഞ്ജുവിൻ്റെ കയ്യിലാണെങ്കിലും എൻ്റെ കയ്യിലാണെങ്കിലും 1 രൂപ എടുത്തിട്ട് ഒരു അഡ്വാൻസ് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പല രീതിയിൽ എൻ്റെ കൂടെ നടന്ന് ഹെൽപ്പ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ കാരണമാണ് പല കാര്യങ്ങളും എനിക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് കല്യാണത്തിന് എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണത്തിന് ഒരു 10 ദിവസം 15 ദിവസം ഉള്ളപ്പോഴാണ് എൻ്റെ സദ്യക്ക് ഞാൻ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ് പോണത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് പൂർണ്ണശ്രീ എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറയിൽ ഒരു കാറ്ററിംഗ് സെന്റർ ഉണ്ട്. തൃപ്പൂണിത്തുറയിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് സെന്റർ ആണ്. അപ്പം എൻ്റെ എൻഗേജ്മെന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമല്ലായിരുന്നു. അപ്പം എനിക്ക് കല്യാണത്തിന് വരുന്നവർക്ക് വയറ് നിറച്ച് വൃത്തിയായിട്ട് കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ എന്തിന് ഞാൻ സാക്രിഫൈസ് ചെയ്താലും ഈ കാര്യത്തിന് സാക്രിഫൈസ് ചെയ്യില്ല എന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ച കാര്യം കൊണ്ട് ഞാൻ നേരെ പൂർണ്ണശ്രീയിലേക്കാണ് പോയത്. അപ്പോൾ പൂർണ്ണശ്രീ പോയ സമയത്ത് ആദ്യം പോയ സമയത്ത് ഞാൻ കേട്ട റേറ്റും രണ്ടാമത് ചെന്ന സമയത്ത് കേട്ട റേറ്റും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു, കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് കേട്ടതിൻ്റെ പ്രശ്നമാണ് റേറ്റ് വ്യത്യാസം. എനിക്ക് കറക്റ്റ് റേറ്റ് ആയിരുന്നു അവരുടേത്, പക്ഷെ ഞാൻ എന്നുള്ളത് ഒരു ഇലയ്ക്ക്. അപ്പം അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ കുറേ ഫാമിലി ആയിട്ടൊക്കെ അന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ പുള്ളിയായിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടാണല്ലോ ചെല്ലുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഞാൻ ഒരാളുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് ഞാനിങ്ങനെ ചേട്ടാ ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഇങ്ങനെ സദ്യയുടെ റേറ്റ് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, എനിക്കിതിലെന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ, ഈ ഒരു റേറ്റിന് എനിക്ക് തരാൻ പറ്റുമോ വെച്ചപ്പോൾ പുള്ളി എടുത്തമ്മയ്ക്കും പറഞ്ഞു ഇതിലൊരു പായസം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു റേറ്റ് വ്യത്യാസം വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ എന്ത് ചെയ്യും, അയ്യോ കാശ് കൂടി എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇന്ന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്കത് കൊടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല കയ്യിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എടുത്തമ്മയ്ക്ക് അദ്ദേഹം ചോദിച്ചു വേറെ ആരും ഇല്ലേ വരാൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞു. ആണോ, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചി 2 മക്കളുണ്ട്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും, അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 സ്ത്രീകളാണ് കാര്യങ്ങളൊക്കെ ഒരുവിധം നോക്കുന്നത്. ഇപ്പോഴാണ് പിള്ളേർ വലുതായി വന്ന് അവരുടേതായ ഒരു സ്റ്റാൻഡിലേക്ക് നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ എനിക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേരെ സദ്യ വേണമെന്ന് ചോദിച്ചു. 80 പേരെ സദ്യ വേണമെന്ന് പറഞ്ഞു. വളരെ ചുരുക്കിയ ഒരു കല്യാണമായിരുന്നു എൻ്റെത്. അപ്പോൾ പുള്ളി എടുത്തമ്മയ്ക്കും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മാനേജറെ വിളിച്ചു. 2 കൂട്ടം പായസം, കല്യാണത്തിന് എല്ലാ തരത്തിലുള്ള സദ്യക്കുള്ള വട്ടങ്ങളും ഉണ്ടായിരിക്കണം, ഒന്നിനൊരു കുറവ് വരരുത്, ആ കൊച്ചിൻ്റെ 10 പൈസ മേടിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടല്ലോ, ഈ പുള്ളി ഭയങ്കര ഒരു കൃഷ്ണഭക്തനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണത്രേഷൻ വന്നിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കില്ലേ, ആ ഒരു മൂഡായിരുന്നു. കാര്യം ആ ഒരു എമൗണ്ട് അവിടെ മാറിയപ്പോൾ തന്നെ എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള എമൗണ്ട് അവിടെ ആയി. ലൈഫിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ആണോ അല്ലെങ്കിൽ ഞാനൊരാൾക്ക് മനസ്സറിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ ആണോ എന്നറിയില്ല. എൻ്റെ കല്യാണത്തിന് എൻ്റെ ആ സദ്യ
അത് വേറെ സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 പേരുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ കല്യാണത്തിന്. 150 പേര് വന്നു അവിടെ കല്യാണത്തിന്. 150 പേര് സദ്യ കഴിച്ചു അവിടെ. അത്രയ്ക്ക് എക്സാക്ട് അത്രയും പേരുണ്ടായിരുന്നു. അത്രയും പേർക്ക് വിളമ്പി. നമ്മൾ 150 പേർക്ക് ഫുഡ് വിളമ്പിയിട്ടുണ്ട്. അത്രയും ഫുഡ് അദ്ദേഹം അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് എന്ത് പറഞ്ഞ മനുഷ്യനോട് നന്ദി പറയണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പോയി കാണാനായിട്ട് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പോയി കാണണം അദ്ദേഹത്തിനെ. ഒരു ദൈവം വന്നിങ്ങനെ ഇറങ്ങി വന്ന് നിന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ദൈവം മുന്നിൽ വന്നതൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ലൈഫിൽ ആ സമയത്ത് എനിക്ക്. എൻ്റെ കല്യാണത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു ഇതാണ്. സദ്യ അടിപൊളിയായിരുന്നു. ഒരു മനുഷ്യൻ കുറ്റം പറഞ്ഞില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് ദൈവം എന്ന് പറയുന്ന സംഭവം അത് ഉണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പല രീതിയിൽ പല വേർഷനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു വേർഷനാണ് രഞ്ജു. അതെനിക്ക് പറയുന്നതിൽ ഒരു തെറ്റും എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ അവനെ പുകഴ്ത്തുന്നതോ പൊക്കി പറഞ്ഞതോ കല്യാണത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞ് പുതുമോടി ആയതുകൊണ്ട് കെട്ടിയവനെ പൊക്കി പറയണമെന്നൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് എനിക്ക് രഞ്ജുവിനെ എനിക്ക് ആ ഒരു ഫീലിൽ തോന്നിയത്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് പലരും പറയും നീ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നിനക്ക് കരകയറാൻ വേണ്ടിയിട്ട് നിനക്കായി ഒരു ഗോഡ് ഗിഫ്റ്റ്. ഞാൻ ഫസ്റ്റ് രഞ്ജുവിൻ്റെ എൻ്റെ റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഗോഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ നിമിഷം വരെ അത് രഞ്ജു ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ല എനിക്ക് ആക്ച്വലി ആ ഫുഡ് തന്ന ചേട്ടനല്ലേ, അയ്യോ നിങ്ങൾ എന്തൊരു മനുഷ്യനാ. പലർക്കും ചെയ്യാറുണ്ട്. പുള്ളി പറയാറില്ല, ആരോടും പറയേണ്ട ആവശ്യമില്ല. പുള്ളി പറയുന്നത് നിനക്കൊരു അതെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാൽ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞത് നോക്കൊരു സഹായമായിട്ടല്ല, എനിക്ക് മോളുടെ പ്രായമുള്ള മക്കളുണ്ട്. അപ്പം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കി ചെയ്തു തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അപ്പം തന്നെ ചോദിച്ചു എൻ്റെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റും, പക്ഷെ ആളെന്തോ തിരക്കിലായിരിക്കണം. കുറേ അത്യാവശ്യം ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ പോയി പുള്ളിയുടെ അനുഗ്രഹം മേടിച്ച് കല്യാണ ലെറ്റർ കൊടുത്ത് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ 3 പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള വീട്, അവരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കേട്ടായിരുന്നു ഒറ്റയ്ക്കാണ് ആളുടെ വീട്ടിൽ പോയിട്ട് സ്വന്തം കല്യാണം ഉറപ്പിച്ചത്. എനിക്കത് കേട്ടപ്പോഴല്ലോ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഭയങ്കര കറേജ് ആയിട്ട് ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള സ്ത്രീകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പേഴ്സണലി അങ്ങനത്തെ ഒരു കാറ്റഗറി പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു സീൻ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു ധൈര്യം, നമ്മുടെ സ്വന്തം കല്യാണം ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കും. ഇപ്പം നമ്മുടെ കൂടെ അവരോ ഇവരോ ആരെങ്കിലും അങ്ങനെയാണല്ലോ പൊതുവെ ഒരു നാട്ടു നടത്തും. അപ്പോൾ ഒറ്റയ്ക്ക് ആളുടെ വീട്ടിൽ പോവുക, ഇത് പറഞ്ഞുറപ്പിക്കുക, ആ ഒരു ധൈര്യം, അത് ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ ആ ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ എനിക്ക് വിറവലായിരുന്നു. കാര്യം നമ്മളിപ്പം ചില കാര്യങ്ങളുണ്ടല്ലോ, ചില സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന്, പക്ഷെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ഭയങ്കര കൂളായിരുന്നു ഞാൻ. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് അയ്യോ ഇതെല്ലാം പക്കയായല്ലോ എന്നുള്ള കഴിയുമ്പോഴേക്കും നമുക്കൊരു വിറവലുണ്ടാവില്ലേ, ആ ഒരു വിറവൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്ന് എൻ്റെ വീട്ടിൻ്റെ കാര്യം, അതായത് എൻ്റെ അവസ്ഥ, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം ആരും വരാനോ പിടിക്കാനോ, നമ്മുടെ കാര്യം നമ്മൾ പറയുന്ന അത്ര വേറെ ആരും പറഞ്ഞാൽ ശരിയാവില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ എൻ്റെ അവസ്ഥ, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ അച്ഛനോട് സംസാരിക്കാന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ആ മനുഷ്യൻ നല്ല കൂളായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയി എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷ അത്ര ടെററല്ലായിരുന്നു. ഞാൻ ഇതും കണ്ടോണ്ടാണല്ലോ പോണത് അങ്ങോട്ടേക്ക്. പക്ഷെ അച്ഛൻ കൂളായിരുന്നു, പാവായിരുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു വേറെ ആരും ഇല്ലേ മോനെ വരാനായിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ വന്ന് പറയണതല്ലേ നല്ലത്, അപ്പം അതിനേക്കാൾ കൂടുതൽ വേറെ എന്താ വെച്ചാന്ന് വെച്ചപ്പോൾ ശരിയാണ്. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവള് തന്നെ എനിക്ക് പറ്റിയ മരുമകളൊക്കെ.
അതെ 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 അതെ. അമ്മയ്ക്കും ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ആ ഒരു ഇതിൽ ചെയ്യുന്ന ആൾക്കാർ അമ്മയ്ക്കും ലിജുവിൻ്റെ അമ്മയ്ക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആ സമയത്ത് അപ്പം എൻ്റെ വല്യമ്മയുടെ മൂത്ത മകളും മകളുടെ ഹസ്ബൻഡ് മനോജ് ചേട്ടനും സല്ല ചേച്ചിയും പിന്നെ എൻ്റെ അമ്മായിയുടെ രണ്ടാമത്തെ മകളായ സജിത ചേച്ചിയൊക്കെ വന്നു. ഒരു ചെറിയൊരു ചടങ്ങ് പോലെ ആദ്യത്തെ പെണ്ണ് കാണൽ കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നിശ്ചയം ഞാൻ പോയിട്ട് സമയം നോക്കി, ജോത്സ്യനെ ഞാൻ പോയി കണ്ടു, സമയം നോക്കി ഞാൻ ഇവരെ അറിയിച്ചു. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു. വേറെ കാര്യമുണ്ട്, ഇവരൊക്കെ വിളിച്ചാൽ വരും. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും അത് അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വേറെ ഇതുണ്ട്. നമുക്കൊരു എല്ലാ കാര്യത്തിനും അവരെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ല സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാത്ത പക്ഷം അവിടെ ഇന്ന ആള് വേണമെന്നൊരു സംഭവം വരുമ്പോൾ നമുക്ക് അവരെ വിളിക്കാം എന്നല്ലാതെ എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു തോട്ടുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ തന്നെ എല്ലാം കൂളാക്കി സെറ്റാക്കി ചെയ്തു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഏത് കപ്പിളാണെങ്കിലും കേൾക്കുന്ന ഏറ്റവും വലിയ ചോദ്യമായിരിക്കും, കുട്ടിയാവുന്നില്ലേ, ബേബി പ്ലാനിങ് ഉണ്ടോ, ഏത് കുട്ടീനെയാണ് ഇഷ്ടം, ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ട്വിൻസ് വേണോ, എന്താണ് അങ്ങനത്തെ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തു. ഇത് കൊലയൊന്നുമല്ലല്ലോ, വെട്ടി വെച്ച് 3 ദിവസം പഴുത്ത് തിന്നാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് നമുക്കൊരു ഇതൊക്കെ നാച്ചുറലി നടക്കുന്ന സംഭവമാണ്, പ്രോസസ്സിംഗ് ആണ്. ഇത് നമ്മൾ വിചാരിക്കുമ്പോ തന്നെ അപ്പൊ തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ കിട്ടണമെന്നില്ല, അതിന്റെ സത്യമല്ലേ. ചിലവരുടെ ലെക്കാണ് പെട്ടെന്നാവും, നോർമലി ആവും. ചിലപ്പം ഡോക്ടറിനെ കാണേണ്ടി വരും, കൺസൾട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എപ്പോൾ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും ഞങ്ങൾക്ക് ഓക്കെയാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് വലിയൊരു സ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്നില്ല. വേണം, വേണ്ടാണ്ടൊന്നുമില്ല, വേണം വേണം വേണം. പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പേളിമണി വന്നിട്ട് മോക്ക് നിലാന്നിട്ടപ്പോഴേക്കും ഞാൻ അതങ്ങ് മാറ്റി. ഞാനിങ്ങനെ എനിക്ക് 3 പിള്ളേര് വേണമെന്നായിരുന്നു പണ്ട്, 3 കുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം. നിള, നീരം, ഈ 3 പേരാണ് എൻ്റെ ഇതിലുണ്ടായത്. അപ്പൊ ഇതിൽ നില വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നില വന്ന് തീർന്നു, ഇനിയുള്ളത് നിള, നീരവിഞ്ഞ് ഇതൊക്കെ ആരൊക്കെയിടും ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നും, അതുകൊണ്ട് ആ സമയത്ത് അതൊക്കെ ഒരു മൂടല്ലേ. ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. ആര് വരുന്നു, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വരുമ്പം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് തോന്നുന്നതനുസരിച്ചിട്ട് ഒരു നല്ലൊരു പേരിടുക. നമ്മള് പോസിറ്റീവ് കമന്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്? ക്രിഞ്ചാണ് ആക്ച്വലി, പറയാതിരിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ എന്നാലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു മറ്റേ ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഇടയിൽ, എന്താണ് ഗുണ്ടുമണിയും കറുമ്പനും. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഗുണ്ടുമണിയാണോ പൊണ്ണത്തടി ചേക്കാം, എങ്ങനെ ഒരു സാധനം, ഗുണ്ടുമണിയും കറുമ്പനും. അത് എന്ത് ബേസിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. രഞ്ജു ബ്ലാക്ക് ആയതുകൊണ്ടാണോ, എനിക്കില്ലാത്ത വിഷമം ചേട്ടനുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട്. രഞ്ജുന്റെ കാല് കണ്ടിട്ട് ചേട്ടൻ നല്ല വെള്ളടിയാണല്ലേ. കാലിന് രഞ്ജുന്റെ സത്യം പറഞ്ഞാൽ രഞ്ജുവിന്റെ കാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയും നീളവും സൈസുള്ള കാലാണ്. ഞാൻ എവിടെ ചെന്ന് നോക്കിയാലും എനിക്ക് ഇവന്റെ സൈസ് കിട്ടാറില്ല. സത്യമായിട്ടും ചെരുപ്പിന്റെ സൈസ് എവിടെ ചെന്നാലും കിട്ടാറില്ല. എന്നിട്ട് സൈസ് 11-12 വേണം രഞ്ജുവിന്. ഒരു റിസപ്ഷൻ ഒരു ഷൂ മേടിക്കാൻ പറ്റാ പാട്, സങ്കടവും. അപ്പം ഇവന്റെ കാല് കണ്ടിട്ട് പറയാണ് ഭയങ്കര നീരാണ്, ചേട്ടൻ നല്ല കള്ളൂടിയാണല്ലോ. എനിക്കറിയില്ലടാ, പുതിയ അറിവാണിത്. കമന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ അങ്ങ് ടോട്ടലി അവര് അളന്നങ്ങ് എടുത്തിട്ടാണ് ഈ പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഞാൻ വണ്ണമുള്ള ആള്, ഇച്ചിരി ബ്ലാക്ക് ആയിട്ടുള്ള ഒരാള്, അപ്പൊ പൊതുവെ പറയാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഈ കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് വലിയ സംഭവങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളത് എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യാറില്ല, വിട്ട് കളയും. പിന്നെ ഞാനിതൊക്കെ കുറെ അനുഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ രഞ്ജു ആണെങ്കിൽ ഇപ്പൊ 3 വർഷം കൊണ്ട് കാണുന്നതാ. അപ്പൊ അതുകൊണ്ട് അതെ യൂസ്ഡ് ആയി, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ അടിയിൽ എന്ത് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പറയണത് പോട്ടെ, നമ്മുടെ ഫാമിലിനെ അല്ലെങ്കിൽ അമ്മേനെ അച്ഛനെ ഒക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം തോന്നാറുണ്ട്. പക്ഷെ എന്നാലും അതും വലിയ കാര്യമാക്കാറില്ല. കാര്യം അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തകർന്നു പോകണമെന്നല്ലോ. അതെവിടെയോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ അതാണ് സങ്കടം. ഒരു ഒറിജിനൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ആരാന്ന് വെച്ചിട്ട്
എന്തൊക്കെ ഈ പറയണത്? അതെ. താമര കണ്ണൻ, കൃഷ്ണൻ പിള്ള, പിന്നെന്താണ് ഈ എന്തൊക്കെ പേരിട്ടാണ് വന്നതറിയോ? കോമഡിയാണ്. ചിലതൊക്കെ 2-3 വിഷയങ്ങൾ വളരെ വൾഗറായപ്പോ നേരെ നമ്മള് വീട്ടിൽ കയറി എന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ചിന്തിക്കണം നിങ്ങൾ. വല്ല ഇങ്ങനെയൊക്കെ വന്നാലും ചില സമയത്ത് നമുക്കൊരു പ്രാന്ത് കയറി നമ്മൾ അതിന് പുറകെ പോയി ചെന്ന് കയറി കൊടുത്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം നേരിട്ടായിരിക്കും. അതത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണ വിശേഷങ്ങളാണ് നമ്മൾ കുറേ സംസാരിച്ചു. വളരെ സന്തോഷം. ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ തെറ്റി ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഹണിമൂണിന് പോവാൻ. ഹണിമൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഒരു ഓഫറൊക്കെ തന്നിട്ടുണ്ട്. അതെ, ഓഫർ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. നടക്കൂല ഗൈസ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കളയരുത്. ഞങ്ങൾക്കൊരു ഹണിമൂൺ പാക്കേജ് സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല അടിപൊളിയാണ് രണ്ടുപേരും. ഇതേപോലെ തന്നെ സൂപ്പർ ആയിട്ട് പോട്ടെ. ഇനി കുട്ടി ഉണ്ടായിട്ട് ഗർഭിണിയായിട്ട് നമ്മൾ വീണ്ടും ഇന്റർവ്യൂ. താങ്ക് യു ഗൈസ്. താങ്ക് യു, നന്ദി. 2 വാക്ക് മസ്താനിയെ കുറിച്ച് പറഞ്ഞു. കട്ടില്ല മസ്താനി സൂപ്പറാണ്. മസ്താനി സൂപ്പറാണ്. എങ്ങനെ സൂപ്പറാണ്. മസ്താനി ഒന്നും പറയാനില്ല, ഭയങ്കര വൈബാണ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അവൾ ഇന്നൊരു ഇടിയപ്പം കുറച്ച് കഴിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും 10 ഇടിയപ്പം കഴിച്ചതിന് ഒരു എനർജി ഇവിടെ കാണിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾ ഓവറായിട്ട് കുഴപ്പിക്കാതെ വലിയ വള്ളിക്കെട്ടുകളിലേക്ക് വിടാതെ നല്ല രീതിക്ക് ഇന്റർവ്യൂ എടുത്തു. താങ്ക് യു സോ മച്ച്. നന്ദി. ഓക്കെ.